പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ആർ യു എ ഗോഡ് ഹെയ്റ്റർ ഓർ ആർ യു എ ഗോഡ് ഫിയറിംഗ് ചൈൽഡ്? ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ആദരിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ, അതോ ദൈവത്തെ വെറുക്കുന്ന ഒരു ദൈവ നിന്ദകനാണോ നീ? ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളുടെ വിഗതികളെ നിയന്ത്രിക്കുന്നൊരു ഘടകമാണ്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് നിധിയാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. കൊന്നക്കാട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏറ്റവും ദൂരമുള്ള ഒരു സ്ഥലമാണ് കൊന്നക്കാട്, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരമായി. അതെ, ഞാൻ എൻ്റെ മോളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഞാൻ 4.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പം സാധാരണ റൂട്ടീനായി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഡോക്ടർ പറഞ്ഞു സ്കാനിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ ക്ലിയറായിട്ട് പറയാം, ഞാനൊരു നേഴ്സായതുകൊണ്ട് ഡോക്ടർ എന്നോട് ക്ലിയറായിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ബ്രെയിനിൽ 4 വെൻട്രിക്കിൾസ് ഉണ്ട്. ആ വെൻട്രിക്കിൾ ബ്ലോക്കാണ്. അതുകൊണ്ട് കുഞ്ഞിന് ഹൈഡ്രോസെഫാലസ് എന്നൊരു രോഗം, മീൻസ് ആ തല വലുതായി വരുന്നൊരു രോഗമാണ് കുഞ്ഞിന്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനാണ് ഡോക്ടർ ഞങ്ങളെ നിർദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സിലുമായി. ബിക്കോസ് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞുമായിരുന്നു, അതിനെ കളയാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വേറെ പല ഡോക്ടറുകളുടെ അടുത്ത് പോയി. എല്ലാവരും ഈ അഭിപ്രായം തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. കുഞ്ഞിൻ്റെ തല ഇവർ സാധിക്കുന്നിടത്തോളം മെഡിക്കൽ ഒപ്പീനിയൻ എടുത്തു, എല്ലാവരും ഇത് തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇവരുടെ ഹൃദയം ഭയങ്കര വിഷമത്തിലായി. ഞാൻ ഒത്തിരി വിഷമിച്ചു, ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്താ ഈ അവസ്ഥ വന്നതെന്ന് ഓർത്ത് ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് ലാസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു ഇനിയും നിങ്ങളിത് അബോർഷൻ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമാവും, നിങ്ങൾക്ക് പിന്നെ നോർമൽ ഡെലിവറി ആയിട്ട് അബോർഷൻ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ സിസേറിയൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ തല ദിവസം അത്രയും വലുതായിരിക്കുക. കുഞ്ഞിൻ്റെ തല വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രസവിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാവുമെന്ന് പറഞ്ഞു. അയ്യോ, പേടിപ്പിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു അത് ഒരു മന്ദബുദ്ധി കൊച്ചായിട്ടായിരിക്കും ജനിക്കുന്നത്, ജീവിതകാലം മൊത്തം ബെഡേ കിടക്കേണ്ടി വരും, കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കത്തില്ല, നീ ഒരു നേഴ്സല്ലേ, നിനക്കെല്ലാം മനസ്സിലാവുമല്ലോ, എന്തിനാ ഈ റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞ് അവരെന്നോട് ഒത്തിരി പറഞ്ഞു. പക്ഷെ ഞങ്ങളിത് കളയാൻ ഞങ്ങളുടെ മനസ്സ് സമ്മതിച്ചു. ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും വിശ്വാസത്തിൻ്റെ ശക്തി ഉള്ളിൽ നിൽക്കുകയാണ്. കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കില്ല, അബോർഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. എൻ്റെ യേശു എനിക്ക് തന്ന കുഞ്ഞിനെ ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ് ആ റിസ്ക് എടുക്കാൻ തയ്യാറായി. വിശ്വാസത്തിൻ്റെ ഒരു രക്തസാക്ഷിയാണ് നിൽക്കേണ്ടത്. ആ പറ കുട്ടിയെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മമ്മി എനിക്ക് രോഗികളുടെ നാഥൻ എന്ന പുസ്തകം തന്നെ ഒത്തിരി പുസ്തകങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ തന്നായിരുന്നു.
ഞാൻ ഇതെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എന്നും വയറ്റി വെച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനത്തെ ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇതിങ്ങനെ ഡെയിലി ഡോക്ടർമാർ എപ്പോൾ ആശുപത്രി ചെന്നാലും ഇതിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കുട്ടി ഒറ്റയ്ക്ക് ഇവർ മാത്രം ഒരു ഭാഗത്ത് വിശ്വാസത്തിൻ്റെ നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുക. ശരിക്കും പറഞ്ഞ കുട്ടിക്ക് സ്വർഗത്തിൽ വലിയൊരു കിരീടമുണ്ട്. പറ. എന്നിട്ട് ഞങ്ങൾ ഓരോ മാസം ഓരോ ഡോക്ടേഴ്സിനെയും കാണിച്ചു. ഇത് തന്നെയാണ് റിസൾട്ട്. ഞങ്ങൾ എന്തായാലും പ്രാർത്ഥനയോട് മുന്നോട്ട് പോയി. പിന്നെ അച്ഛൻ എനിക്ക് 2 പ്രത്യേക പ്രാർത്ഥനകൾ പറഞ്ഞു തന്നായിരുന്നു. ഞാൻ അതും ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതെന്നും ഞാൻ ഏറ്റു ചൊല്ലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് 12 ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം സിസേറിയനിലൂടെ, ബിക്കോസ് നോർമൽ ഡെലിവറി അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, എമർജൻസി സിസേറിയനിലൂടെ എടുത്ത് ഫുൾ ടീംസ് ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞായിരുന്നു ഒരു വലിയ ഹോസ്പിറ്റലിലേ ചെയ്യാവുള്ളൂ. എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഷണ്ട് ഇടും. ഈ തലയിലൊരു ട്യൂബ് വയറ്റിലേക്ക് ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ടിടും. അങ്ങനെ ഷണ്ട് ഇടും. എന്നിട്ട് കുഞ്ഞിനെ ICU വെക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒരു ഷണ്ട് ഇടേണ്ടി വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ല. നല്ല ആരോഗ്യമുള്ള നോർമലായൊരു കുട്ടീനെ കൊടുത്ത് ആ കുട്ടിയാണ് ഇപ്പം ഇവിടെ നമ്മുടെ മുമ്പിൽ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ 2 MRI ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് ന്യൂറോ സർജൻ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല മോളെ എന്ത് പറ്റിയെന്ന്, നേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ ക്യൂർ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നേച്ചർ അല്ല ഇത് ക്യൂർ ചെയ്തത്, ഇതാരാ ക്യൂർ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ തമ്പുരാനാണ്. ഞാൻ വിശ്വസിച്ചതിൻ്റെ ബലം ദേവൻ യേശുവാണത് ക്യൂർ ചെയ്തതെന്ന് അങ്ങോട്ട് പറഞ്ഞു. നേച്ചർ അല്ല ക്യൂർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ അല്ലേ. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു അത്ഭുതം. നിങ്ങളെ 2 പേരാച്ചാൽ സമ്മതിച്ചു തന്നിരിക്കണം കേട്ടോ. ഈ ഇത്രയും ആ സമയത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് ഇങ്ങനെ തല വലുത്, ഈ ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞ രോഗം ഭയങ്കര പ്രശ്നമുള്ള രോഗമാണത്. അവരപ്പോഴും പറഞ്ഞു, ഇല്ല ഞാൻ എൻ്റെ കുട്ടീനെ കളയില്ല, അബോർഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ജീവനോടെ കുട്ടീനെ സ്വീകരിച്ച്. ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയർ. ഞങ്ങൾ 2 MRI ചെയ്തു. 1 വർഷം വരെ അവിടുത്തെ ഏറ്റവും നല്ല പീഡിയാട്രീഷ്യനെ കാണിച്ചു. അങ്ങേര് പറഞ്ഞു അവൾക്ക് ഒരു കുഴപ്പമില്ല, ഇനി നിങ്ങൾ അനാവശ്യമായി MRI ഒന്നും ചെയ്യരുത്, അവൾ ആസ് നോർമൽ ആസ് എനി അതർ ചൈൽഡ്, ഏതൊരു കൊച്ചിനെ പോലെ നോർമലാണ് അവൾ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ 100% കീഴടങ്ങി. ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞാലും അതിലും ഉപരിയാണ് ദൈവത്തിൻ്റെ ശക്തിയെന്ന് ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് യേശു ഈ കുട്ടീനെ കൂടെ സംസാരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി ഉച്ചത്തിൽ നിന്ന് സ്തുതിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ ഒരു കുടുംബത്തിൻ്റെ അനുഭവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ കുടുംബത്തിൽ വളരെ ക്രിട്ടിക്കലായൊരു സാഹചര്യത്തിലൂടെ കുടുംബം കടന്നു പോകേണ്ടി വന്നു. ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു, പക്ഷെ ആ കുഞ്ഞിൻ്റെ ശിരസ് വലുതായി വരിക, ഹൈഡ്രോസെഫാലസ്. എല്ലാവരും പറഞ്ഞ് അബോർഷൻ ചെയ്യും. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്ന ആ കുടുംബം, ഭാര്യ ഭർത്താവ്, അവർ 2 പേരും കൂടെ ഒരു തീരുമാനം എടുത്ത്, ഇല്ല, ദൈവം ഈ കുഞ്ഞിനെ എങ്ങനെ കയ്യിൽ ഏൽപ്പിക്കുന്നുവോ അതുപോലെ ഞാൻ സ്വീകരിക്കും. കാരണം കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ, കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊല്ലാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. ഒരായുഷ്കാലം മുഴുവൻ ക്ലേശം സഹിക്കേണ്ടി വന്നാലും ശരി, ഞാൻ എൻ്റെ കർത്താവിനെതിരെ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം ദൈവഭയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധമായ ഒരു തീരുമാനമെടുത്തു. എ ഗോഡ് ഫിയറിംഗ് ചൈൽഡ്, എ ഗോഡ് ഫിയറിംഗ് ഫാമിലി എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ അനേകം കുടുംബങ്ങളുടെയും അനേകം ആളുകളുടെയും ഇന്നത്തെ സ്ഥിതി എന്താ? They are godless people. They are God haters. ദൈവ നിന്ദകരും ദൈവത്തെ വെറുക്കുന്നവരും ദൈവിക കാര്യങ്ങളെ പുച്ഛിക്കുന്നവരും. റോമാലേഖനത്തിൽ 1-ാം അധ്യായം 21-ാം തിരുലിഖിതം, റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21, അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്:
അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21. For though they knew God, they did not honor him as God or give thanks to him, but they became futile in their thinking and their senseless minds were darkened. ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. പ്രിയ ദൈവ പൈതലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കട്ടെ. ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണോ? ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ തീരുമാനങ്ങളിൽ എൻ്റെ പ്രിഫറൻസ് എന്താണ്? എൻ്റെ കർത്താവ് ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണോ എൻ്റെ മുഖ്യ പ്രിഫറൻസ്? ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു ജോലിക്ക് പോകുമ്പോൾ, ഒരു വീട് വെക്കുമ്പം, ഒരു വാഹനം വാങ്ങുമ്പോൾ ഇതെൻ്റെ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നാണോ? നമ്മുടെ ശരീരത്തിൻ്റെ സന്തോഷമാണോ മുഖ്യ വിഷയം? അതുകൊണ്ട് റോമാലേഖനം തുടർന്ന് പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 1 അധ്യായം 24-25 തിരുലിഖിതങ്ങൾ. നാം ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയമില്ല, ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല, ദൈവവചനത്തിന് സമയം കൊടുക്കുന്നില്ല, ദൈവിക കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ദൈവമില്ലാത്ത ഒരു കുടുംബമായി മാറി, ദൈവമില്ലാത്തൊരു ഹൃദയമായി മാറി, ദൈവമില്ലാത്തൊരു മകനും മകളുമായി മാറി. അതുകൊണ്ട് നമ്മുടെ ജീവിതം വളരെ വളരെ ഹോപ്പ്ലെസ് ആയ ചില സാഹചര്യങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു, നീങ്ങി എന്നുള്ളൊരു സത്യം തന്നെയാണ് സഹോദരങ്ങളെ. റോമാലേഖനം 1 അധ്യായം 24-25 അന്വർത്ഥമായോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. Therefore God gave them up in the lust of their hearts to impurity. അശുദ്ധി അങ്ങോട്ട് കട്ട പിടിച്ച്, lust of flesh, lust of eyes, ശരീരത്തിന് സെൻഷ്വൽ പ്ലഷേഴ്സിന് വേണ്ടി ജീവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറി. എൻ്റെ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളുടെ ഒരു വലിയ പ്രിഫറൻസ്, പ്രയോറിറ്റി സെൻഷ്വൽ പ്ലഷേഴ്സിന് വേണ്ടിയുള്ള മാറ്ററുകളായി മാറി. കണ്ണിനിമ്പമുള്ളത്, കാതിനിമ്പമുള്ളത്, ഇത് വായിക്കുമ്പോൾ ഉള്ളത്, നാവിനിമ്പമുള്ളത്, തൊക്കിനിമ്പമുള്ളത്, അങ്ങനെ കാണാനും കേൾക്കാനും ജീവിക്കാനും ശരീരത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകിയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം നീങ്ങപ്പെട്ടു. ദൈവം വിട്ടുകൊടുത്തു, അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എൻ്റെയും നിങ്ങളുടെ ആത്മാവിൻ്റെ സ്ഥിതി, എൻ്റെയും നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി, കുടുംബത്തിൻ്റെ സ്ഥിതി, പ്രിയ ദൈവ പൈതലേ, ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനോ പരിശോധിക്കണം. റോമാലേഖനം 1 അധ്യായം 25 വാക്യം. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യ ലജ്ജാഗ്രഹൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. Romans chapter 1 verse 26 and 27. For this reason God gave them up to degrading passions. Their women exchanged natural intercourse for unnatural. And in the same way also the men giving up natural intercourse with women were consumed with passion for one another. Men committed shameless acts with men and received in their own persons the due penalty for their errors. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമൂഹത്തിൽ വലിയൊരു ഡീഗ്രഡേഷൻ,
നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം സംഭവിച്ചത് ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതാൻ തുടങ്ങി. ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായി, ഒരു ആവേശം ഇല്ലാതെയായി. റോമാലേഖനം 1:28 ഈ ഒരു കാര്യം തന്നെ ദൈവമക്കളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 1:28 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം ആദമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവം അവരെ വിട്ടുകൊടുത്തു. God abandoned them for shameless passions. Romans 1:28. And since they did not see fit to acknowledge God, God gave them up to debased mind and to things that should not be done. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ലോകത്തിൽ കോടാനുകോടി ദൈവമക്കൾ ദൈവഭയത്തോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഭൂഗോളത്തിന് മുകളിലാണ് ഞാൻ നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് അവർ അർപ്പിക്കുമ്പോൾ, ദൈവമേ, നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് കാണാം. പ്രഭാഷകന്റെ പുസ്തകം 23 തിരുലിഖിതം: എൻ്റെ പിതാവും ജീവിതത്തിന് നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ, അവ നിമിത്തം ഞാൻ വീഴാൻ ഇടയാക്കരുതേ. ദൈവം ഇത് പ്രാർത്ഥിക്കുകയാണ്. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 23:1. ഓ ലോർഡ്, ഫാദർ ആൻഡ് മാസ്റ്റർ ഓഫ് മൈ ലൈഫ്, do not abandon me to their designs and do not let me fall because of them. ഒരു ദൈവവൈതൽ കർത്താവിൻ്റെ സന്നിധി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയെ അങ്ങ് ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കാനും, അങ്ങയെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ബഹുമാനിക്കാനും ആദരിക്കാനും അങ്ങേക്ക് മഹത്വം നൽകാനും എന്നെ സഹായിക്കണമേ എന്നാണ് ദൈവവൈതൻ്റെ പ്രാർത്ഥന. നമുക്കിതതിന് ഉത്സാഹമില്ല. ഒരു കൊന്തയേലാൻ സാധിച്ചാൽ അതിൽ അഭിമാനം തോന്നുന്നില്ല. ദേവാലയത്തിലേക്ക് പോയി ബലിയർപ്പിക്കാൻ സാധിച്ച അഭിമാനം തോന്നണില്ല. കുറച്ചു നേരം കൈകൾ ഉയർത്തി സ്തുതിക്കാൻ സാധിച്ച അഭിമാനം തോന്നണില്ല. പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അഭിമാനം തോന്നണില്ല. അങ്ങനെ ദൈവിക കാര്യങ്ങളിൽ നാം അതൊന്നും സന്തോഷമുള്ള കാര്യം അതിനൊന്നും അഭിമാനിക്കാത്തത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ഷെയിംലെസ് പാഷൻസിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 23:4-6 തിരുലിഖിതങ്ങൾ: എൻ്റെ പിതാവും ദൈവവുമായ എൻ്റെ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഔദത്യം നിറഞ്ഞതാകരുതേ, അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. ദൈവം ഇത് പ്രാർത്ഥിക്കുകയാണ്. ഓ ലോർഡ്, ഫാദർ ആൻഡ് ഗോഡ് ഓഫ് മൈ ലൈഫ്, ഡു നോട്ട് ഗിവ് മീ haughty eyes and remove evil desires from me. Let their gluttony nor lust overcome me, and do not give me over to shameless passions. അധമ വികാരങ്ങളിൽ ആനന്ദിക്കുവാൻ നിർലജ്ജ വികാരങ്ങൾക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. ഒരു വ്യക്തി ഒരു നിർലജ്ജ വികാരത്തിന് അടിമപ്പെട്ടാൽ പിന്നെ അതിൻ്റെ അടിമയാണ്, അതിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൽ അച്ഛൻ ആ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ പറഞ്ഞത്, ഭാര്യ മക്കൾ കുടുംബം നന്നായിട്ട് ജീവിച്ചിരുന്ന കുടുംബമാണ്, സമ്പത്തോടെ എല്ലാ സ്ഥിതിയുണ്ട്, വലിയ സ്ഥിതിയിലുള്ള കുടുംബമാണ്. പക്ഷേ ആ കുടുംബം കണ്ണുനീരിലാണ്. ആ കുടുംബത്തിലെ ഭാര്യ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട്. ആ ഭർത്താവിനോട് ഞാൻ സംസാരിച്ചു. ആ ഭർത്താവ് പറഞ്ഞു, ആ സ്ത്രീകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ 1000 തവണ തീരുമാനം എടുക്കും, ഇനിയില്ല, ഇത് ലാസ്റ്റ്, പക്ഷേ ഞാൻ പോകും, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർലജ്ജ വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ, നിർലജ്ജ വികാരങ്ങൾ നമ്മൾ തന്നെ വിട്ടുകൊടുത്താൽ നാം അതിൻ്റെ അടിമയാണ്. അതുകൊണ്ട് ദേവദാസൻ പ്രാർത്ഥിക്കുകയാണ്, അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകാൻ ഇടവരുത്തരുതേ. പ്രഭാഷകന്റെ പുസ്തകം 23-16 വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം
ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി ദഹിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. If we are given to shameless passions, then we are slave to them. It will take control over us. അത് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും, അത് നമ്മളെ ഭരിക്കും, അത് നമ്മളെ നയിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബനാഥ ആ കുടുംബത്തിലെ കുടുംബനാഥനെ കുറിച്ച് സങ്കടം പറഞ്ഞത്, ഈ പ്രദേശത്ത് എവിടെയെങ്കിലും മദ്യം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബനാഥൻ അവിടെ എത്തിയിരിക്കും. ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അറിയാതെ അങ്ങോട്ട് പോകും. മദ്യം നയിക്കുകയാണ്. മദ്യത്തിൽ ആനന്ദിച്ചു, നിർലജ്ജമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കപ്പെട്ടു, ഇതാ നയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വെറുപ്പും വൈരാഗ്യമുള്ളവർ, അതുപോലെ തന്നെയാണ് പരദൂഷണത്തിൽ മുഴുകിയിരിക്കുന്നവർ, അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, അമിതമായ ആഹാരപ്രിയത്തിനോ ഭോഗാസക്തിക്കോ എന്നെ വിട്ടുകൊടുക്കരുത്. അമിതമായ ആഹാരപ്രിയം, അമിതമായ ഭോഗാസക്തി, അമിതമായ വെറുപ്പ്, അമിതമായ വൈരാഗ്യം, അമിതമായ ലോകമോഹങ്ങൾ, സുഖലോലുപത, പരദൂഷണഭ്രമം, ഇതെല്ലാം പ്രിയ ദൈവപൈതലേ ജീവിതത്തെ ദുർബലപ്പെടും, നശിപ്പിക്കും. എന്നുവെച്ചതിൽ പറയാം ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്നൊരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ സ്പർശിച്ച് നമ്മുടെ അവസ്ഥ വെളിപ്പെടുത്തി തരുന്നുണ്ട്. മകനെ, മകളെ, നിന്റെ ഹൃദയം ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? നിന്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാൻ നിനക്കൊന്ന് പറ്റുന്നുണ്ടോ? ഒരുപക്ഷെ നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണെങ്കിൽ നീ നിരാശപ്പെടരുത്. കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ ഇപ്പോൾ കാണുക. ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്നവനായ യേശു, അവൻ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നവനാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുലിഖിതം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ചെയ്യേണ്ടത് ദൈവവചനം എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കണം. എൻ്റെ യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്കിതിന് രക്ഷപ്പെടാൻ കഴിവില്ല, എന്നെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. ഞാനൊരു ക്ഷണം എൻ്റെ ഭാര്യ യേശുവിനെ സമർപ്പിച്ച് യേശുവേ എന്ന് വിളിച്ചാൽ യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയാൽ എനിക്ക് പരിപൂർണ്ണ പാപക്ഷമയുണ്ട്, വിടുതലുണ്ട്. കുമ്പസാരിക്കാൻ യോഗ്യതയുള്ളവർ കുമ്പസാരിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുക. ജീവിതം ഇന്ന് നീ യേശുവിന് സമർപ്പിക്കുക. പ്രിയ ദൈവവേദലേ, രണ്ടാമതായി നീ ചെയ്യേണ്ടത് നിൻ്റെ പാപവഴികൾ പാപമാണെന്ന് തന്നെ നീ അംഗീകരിക്കണം. എനിക്ക് തെറ്റുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്, തെറ്റുകളുള്ളവനാണ് കർത്താവേ, ഞാനൊരു പാപിയാണ് കർത്താവേ. പാപം ഉണ്ടെന്ന് തന്നെ കർത്താവിനോട് പറയണം. അതിനെക്കുറിച്ച് നീ അനുതപിക്കണം. മൂന്നാമതായി നിൻ്റെ ജീവിതം നീ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുക. അപ്പോസ്തല പ്രവർത്തനം 3:19, അതുകൊണ്ട് പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുക. നീ നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് തിരിച്ച് നിന്റെ ഹൃദയം നീ ദൈവത്തിന് സമർപ്പിക്കുക. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തി എത്രമാത്രം ആത്മാർത്ഥത യേശുവിനെ വിളിക്കാം, അത്രയും ഉച്ചത്തിൽ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ. തീർന്നതും ഞാൻ പാപബന്ധം വേടിയ എന്റെ യേശുവേ, ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയ തീരാ ഇനി എന്റെ ദൈവം ഏകജാതനെ നൽകി, ഏകജാതനെ നൽകി. ഈ രാത്രി യേശുവിൻ്റെ കുരിശിൻ ചോട്ടിൽ ഹൃദയഭാരങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. മകനെ, മകളെ, ആർ യു എ ഗോഡ് ഹേറ്റർ ഓർ ആർ യു എ ഗോഡ് ഫിയറിംഗ് ചൈൽഡ്?
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം തിരുലിഖിതം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഇതാ ജീവിക്കുന്നവനായ യേശു. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ്. ഒരുപാട് തടസ്സങ്ങളിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. പലതരത്തിലുള്ള നിർലജ്ജമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആത്മാക്കളെ ഈ രാത്രി കർത്താവ് രക്ഷിക്കും. ആരൊക്കെ ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നുവോ, ആരൊക്കെ തങ്ങളുടെ ജീവിതം യേശുവിനോട് സമർപ്പിക്കുന്നുവോ, അവരുടെ ജീവിതങ്ങളിലേക്ക് രാത്രി യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയുള്ള അത്ഭുതങ്ങൾ സ്വർഗം വർഷിക്കുകയാണ്. കൈകൾ ഈശോയിലേക്ക് ഉയർത്തുക. യേശുവേ യേശുവേ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, ഉറക്കെ അതിനെ തുറന്ന് അങ്ങേക്കെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്തുതിയും പുകഴ്ചയും. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും